ഓം ശാന്തി. 13/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് തത്വങ്ങൾ സഹിതം മുഴുവൻ ലോകത്തെയും പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. സർവർക്കും സുഖത്തിൻ്റെയും ശാന്തിയുടെയും വഴി പറഞ്ഞു കൊടുക്കണം. ചോദ്യം: കുട്ടികളായ നിങ്ങൾ തൻ്റെ ദേഹത്തെ പോലും മറക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. അതിനാൽ നിങ്ങൾക്ക് ഏത് വസ്തുവിൻ്റെ ആവശ്യമില്ല? ഉത്തരം: ചിത്രങ്ങളുടെ. ഈ ചിത്രത്തെ, അതായത് ദേഹത്തെ തന്നെ മറക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളുടെ എന്താവശ്യമാണുള്ളത്? സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി വിദേഹിയായ ബാബയെയും സ്വീറ്റ് ഹോമിനെയും ഓർമ്മിക്കൂ. ഈ ചിത്രം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, അതായത് പുതിയവർക്ക് വേണ്ടി. നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കേണ്ടതുണ്ട്, എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. തൊഴിലും മറ്റും ചെയ്യുമ്പോഴും സദോപ്രധാനം ആകുന്നതിനായി ഓർമ്മയിൽ തന്നെ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ. ഗീതം. ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഈ വാക്ക് കേട്ടോ. ഉടൻ തന്നെ സന്തോഷത്താൽ രോമാഞ്ചമുണ്ടായി കാണും. കുട്ടികൾക്കറിയാം, ഇവിടെ തൻ്റെ സൗഭാഗ്യം ഉണ്ടാക്കുവാനായി, സ്വർഗത്തിൻ്റെ ഭാഗ്യം നേടുവാനായി വന്നിരിക്കുന്നു. മറ്റെവിടെയും ഇങ്ങനെ പറയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് സ്വർഗം ഉണ്ടാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേവലം സ്വർഗവാസിയാകുന്നതിൻ്റേത് മാത്രമല്ല, എന്നാൽ സ്വർഗത്തിൽ ഉയർന്ന പദവി നേടുന്നതിൻ്റെയും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്ന ബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ഈ ലഹരിയും കയറേണ്ടതാണ്. ഭക്തി ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. ഭഗവാൻ ഭക്തരെ ഉദ്ധരിക്കുവാനായി വരുന്നു എന്ന് പറയുന്നു. കാരണം രാവണന്റെ ചങ്ങലയിൽ കുടുങ്ങിയിരിക്കുന്നു. അനേകം മനുഷ്യരുടെ അനേകം മതങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, സൃഷ്ടിയുടെ ചക്രം ഈ അനാദിയായ കളി തയ്യാറാക്കപ്പെട്ടതാണ്. ഇതും ഭാരതവാസികൾ മനസ്സിലാക്കുന്നു. തീർച്ചയായും നമ്മൾ പ്രാചീന പുതിയ ലോകത്തിലെ നിവാസികളായിരുന്നു. ഇപ്പോൾ പഴയ ലോകത്തിലെ നിവാസിയായിരിക്കുന്നു. ബാബ സ്വർഗമാകുന്ന പുതിയ ലോകം ഉണ്ടാക്കി. രാവണൻ പിന്നെ നരകമുണ്ടാക്കി. ബാബ് ദാദയുടെ മതമനുസരിച്ച് നിങ്ങളിപ്പോൾ തനിക്കു വേണ്ടി പുതിയ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് പഠിപ്പിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ സാഗരം. പതീത പാവനൻ എന്നത് ആ ഒന്നിൻ്റെ മഹിമയാണ്. ഒന്നിൻ്റേതല്ലാതെ മറ്റാരുടെയും മഹിമ പാടപ്പെടുന്നില്ല. ആ ഒന്ന് പതീത പാവനാണ്. നമ്മളെല്ലാം പതീതമാണ്. പാവന ലോകത്തിൻ്റെ ഓർമ്മ ആർക്കും തന്നെയില്ല. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, തീർച്ചയായും 5000 വർഷം മുമ്പ് പാവന ലോകമുണ്ടായിരുന്നു. ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ധർമ്മങ്ങളും ശാന്തിയിലായിരുന്നു. നമ്മൾ ഭാരതവാസികൾ സുഖധാമത്തിലായിരുന്നു. മനുഷ്യർ ശാന്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ ശാന്തി ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇത് ശാന്തിധാമമൊന്നുമല്ല. ശാന്തിധാമം നിരാകാരി ലോകമാണ്. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. ബാക്കി സത്യയുഗം സുഖധാമമാണ്. അതിനെ ശാന്തിധാമം എന്ന് പറയില്ല. അവിടെ നിങ്ങൾ പവിത്രതയിലും സുഖത്തിലും ശാന്തിയിലും ഇരിക്കുന്നു. യാതൊരു കോലാഹലങ്ങളും ഉണ്ടായിരിക്കുന്നില്ല. വീട്ടിൽ കുട്ടികൾ വഴക്ക് കൂടുമ്പോൾ അവരോട് ശാന്തമായി ഇരിക്കൂ എന്ന് പറയാറുണ്ട്. ബാബ പറയുന്നു, ആത്മാക്കളായ നിങ്ങൾ ആ ശാന്തി ദേശത്തിൽ ആയിരുന്നു. ഇപ്പോൾ കലഹപ്രിയരുടെ ദേശത്തിൽ വന്നിരിക്കുന്നു. ഈ കാര്യം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾ ബാബയിലൂടെ വീണ്ടും ഉയർന്നതിലും ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്കൂൾ നിസ്സാരമൊന്നുമല്ല.
ഗോഡ് ഫാദറിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. മുഴുവൻ ലോകത്തിലെയും വലുതിലും വലിയ യൂണിവേഴ്സിറ്റിയാണിത്. ഇതിൽ എല്ലാവരും ബാബയിൽ നിന്നും ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പത്ത് നേടുന്നു. ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ മഹിമയില്ല. ബ്രഹ്മാവിനും മഹിമയില്ല. ബാബ തന്നെയാണ് ഈ സമയത്ത് വന്ന് സമ്പത്ത് നൽകുന്നത്. പിന്നെ സുഖം തന്നെ സുഖമാണ്. സുഖവും ശാന്തിയും നൽകുന്നവൻ ഒരു ബാബയാണ്. ആ ഒന്നിന് തന്നെയാണ് മഹിമയുള്ളത്. സത്യയുഗത്തിലും ത്രേതായിലും ആർക്കും മഹിമ ഉണ്ടാകുന്നില്ല. അവിടെയാണെങ്കിൽ രാജധാനി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സമ്പത്ത് നേടുകയാണ്. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ വസിക്കുന്നു. മഹിമയുടെ ഒരു കാര്യവുമില്ല. ക്രൈസ്റ്റ് ധർമ്മം സ്ഥാപിക്കുന്നു. അത് ചെയ്യുക തന്നെ വേണം. ധർമ്മം സ്ഥാപിക്കുന്നു, എന്നിട്ടും താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് മഹിമയാണ് ഉണ്ടായത്? മഹിമ കേവലം ഒന്നിൻ്റേത് മാത്രമാണ്. ആ ഒന്നിനെ പതീത പാവനൻ, ലിബറേറ്റർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവർക്ക് ക്രൈസ്റ്റിൻ്റെയോ ബുദ്ധൻ്റെയോ മറ്റോ ഓർമ്മ വരുന്നുണ്ടാകും എന്നല്ല. ഓ ഗോഡ് ഫാദർ എന്ന് ഓർമ്മിക്കുന്നത് ഒന്നിനെയാണ്. സത്യയുഗത്തിൽ ആരുടെയും മഹിമയുണ്ടാകുന്നില്ല. പിന്നീട് ഈ ധർമ്മം ആരംഭിക്കുന്നു. അപ്പോൾ ബാബയുടെ മഹിമ പാടുന്നു, ഭക്തി ആരംഭിക്കുന്നു. ഡ്രാമ എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്? എങ്ങനെയാണ് ചക്രം തിരിയുന്നത്? അത് ആരാണോ ബാബയുടെ കുട്ടികളായത് അവർ തന്നെയാണ് അറിയുന്നത്. ബാബ രചയിതാവാണ്. പുതിയ സൃഷ്ടിയാകുന്ന സ്വർഗത്തെ രചിക്കുന്നു. എന്നാൽ എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ സാധിക്കില്ല. ഡ്രാമയുടെ രഹസ്യത്തെയും മനസ്സിലാക്കണം. ബാബയിൽ നിന്നും സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ഈ സമയം എല്ലാവരും ദുഃഖിതരാണ്. സർവർക്കും തിരികെ പോകണം. പിന്നെ സുഖത്തിലേക്ക് വരും. നിങ്ങൾ കുട്ടികൾക്ക് വളരെ നല്ല പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഏത് ബാബയ്ക്കാണോ ഇത്രയും മഹിമയുള്ളത് ആ ഒന്ന് വന്ന് ഇപ്പോൾ സന്മുഖത്ത് ഇരിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാവരും കുട്ടികളാണല്ലോ. ബാബയാണെങ്കിൽ എവർ ഹാപ്പിയാണ്. വാസ്തവത്തിൽ ബാബയെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. അഥവാ ബാബ ഹാപ്പി ആവുകയാണെങ്കിൽ അൺഹാപ്പിയും ആകേണ്ടി വരും. ബാബ ഇവ എല്ലാത്തിൽ നിന്നും വേറിട്ടതാണ്. എന്താണോ ബാബയുടെ മഹിമ അത് തന്നെയാണ് ഈ സമയം നിങ്ങളുടെ മഹിമ. പിന്നെ ഭാവിയിൽ നിങ്ങളുടെ മഹിമ വേറെയാകും. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നിങ്ങളുമാണ് എന്നതുപോലെ നിങ്ങളുടെ ബുദ്ധിയിൽ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനമുണ്ട്. ബാബ സുഖത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിൽ നിന്നും അളവറ്റ സുഖം ലഭിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികളെ ഇപ്പോൾ ശ്രേഷ്ഠ കർമ്മം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുണ്ട്. ഇവർ തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിൽ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഈ പദവി നേടി. ഇവർ രാജ്യം എങ്ങനെ നേടി എന്നത് ലോകത്തിൽ ആരും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു, നമ്മൾ ഇതായിരുന്നു, പിന്നെ ഇതാകുന്നു. ബാബ ഇരുന്ന് കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നു. അതിലൂടെ നമ്മൾ ഇതാകുന്നു. ശ്രീമത് നൽകുന്നു. അപ്പോൾ ശ്രീമത് അറിയേണ്ടതാണല്ലോ. ശ്രീമത്തിലൂടെ മുഴുവൻ ലോകത്തിലെ തത്വങ്ങൾ തുടങ്ങി എല്ലാത്തിനെയും ശ്രേഷ്ഠമാക്കുന്നു. സത്യയുഗത്തിൽ സർവ്വതും ശ്രേഷ്ഠമായിരുന്നു. അവിടെ യാതൊരു കോലാഹലമോ കൊടുങ്കാറ്റോ മറ്റോ ഉണ്ടാകുന്നില്ല. കൂടുതൽ തണുപ്പുമില്ല, കൂടുതൽ ചൂടുമില്ല. സദാ വസന്തകാലമായിരിക്കും. അവിടെ നിങ്ങൾ എത്ര സുഖമായി കഴിഞ്ഞിരുന്നു. ഈശ്വരൻ സ്വർഗം അഥവാ ഹെവൻ സ്ഥാപിക്കുന്നു എന്ന് പാടുന്നുമുണ്ട്. അപ്പോൾ അതിൽ ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. ഫോളോ മദർ ഫാദർ എന്ന് എല്ലായ്പ്പോഴും പാടപ്പെടുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. പിന്നെ ഫാദറിനോടൊപ്പം നമ്മൾ ആത്മാക്കൾ ഒരുമിച്ച് പോകും.
ശ്രീമത്തനുസരിച്ച് നടന്ന് ഓരോരുത്തർക്കും വഴി പറഞ്ഞു കൊടുക്കണം. പരിധിയില്ലാത്ത ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. ഇപ്പോഴാണെങ്കിൽ നരകമാണ്. തീർച്ചയായും നരകത്തിൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകിയിട്ടുണ്ടാകും. ഇപ്പോൾ 84 ജന്മം പൂർത്തിയാകുന്നു. പിന്നെ നമുക്ക് ആദ്യ ജന്മം സ്വർഗത്തിൽ എടുക്കണം. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. ഇത് ആകേണ്ടതുണ്ട്. നമ്മൾ തന്നെയാണ് ലക്ഷ്മി നാരായണൻ ആകുന്നത്. വാസ്തവത്തിൽ ഈ ചിത്രങ്ങളുടെ ആവശ്യമില്ല. അപക്വമായവർ അടിക്കടി മറന്നു പോകുന്നു. അതിനാൽ ചിത്രം വയ്ക്കപ്പെടുന്നു. ചിലർ കൃഷ്ണന്റെ ചിത്രം വയ്ക്കുന്നു. കൃഷ്ണനെ കാണാതെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. സർവരുടെയും ബുദ്ധിയിൽ ചിത്രം ഉണ്ടായിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ചിത്രം വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് സ്വന്തം ചിത്രത്തെയും അതായത് ശരീരത്തെയും മറക്കേണ്ടതുണ്ട്. ദേഹസഹിതം സർവ സംബന്ധങ്ങളും മറക്കണം. ബാബ പറയുന്നു, നിങ്ങൾ ഒരു പ്രിയതമന്റെ പ്രിയതമകളാണ്. പ്രിയതമനാകുന്ന ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ശരീരം ഏത് സമയം ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ നമ്മൾ ഈ പഴയ ലോകത്തെ ഉപേക്ഷിച്ച് ഇപ്പോൾ ബാബയുടെ അടുക്കിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കും വിധത്തിലുള്ള അവസ്ഥയുണ്ടായിരിക്കണം. 84 ജന്മങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പോകേണ്ടതുണ്ട്. ബാബ ആജ്ഞാപിച്ചിരിക്കുന്നു, എന്നെ ഓർമ്മിക്കൂ. ബാബയെയും സ്വീറ്റ് ഹോമിനെയും ഓർമ്മിക്കൂ. ബുദ്ധിയിലുണ്ട്, ഞാൻ ആത്മാവ് ശരീരമില്ലാതെയിരുന്നു. പിന്നെ ഇവിടെ പാർട്ട് അഭിനയിക്കുവാനായി ശരീരം ധാരണ ചെയ്തു. പാർട്ട് അഭിനയിച്ച് പതീതമായിരിക്കുന്നു. ഈ ശരീരം പഴയ ചെരുപ്പാണ്. ആത്മാവ് പവിത്രമായി കൊണ്ടിരിക്കുന്നു. പവിത്രമായ ശരീരം ഇവിടെ ലഭിക്കുക സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ആദ്യം പ്രിൻസസ് ആകും. പിന്നെ സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണനാകും. രാധാകൃഷ്ണൻ ആരാണ് എന്നത് മനുഷ്യർക്കറിയില്ല. രണ്ടുപേരും വേറെ വേറെ രാജധാനിയിലായിരുന്നു. പിന്നെ അവരുടെ സ്വയംവരം നടക്കുന്നു. കുട്ടികളായ നിങ്ങൾ ധ്യാനത്തിൽ സ്വയംവരം കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ വളരെയധികം സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു. കാരണം പാകിസ്ഥാനിൽ നിങ്ങളെ സന്തോഷമാക്കി വെക്കുന്നതിനായി ഈ പാർട്ടെല്ലാം നടക്കുമായിരുന്നു. പിന്നീടാണെങ്കിൽ സംഘർഷങ്ങൾ തന്നെയാണ്. എർത്ത്ക്വേക്കും മറ്റും വളരെയധികം ഉണ്ടാകും. നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോരുത്തർക്കും അറിയാൻ കഴിയും നമ്മൾ ഏതൊരു പദവി നേടും. പിന്നെ ആരാണോ കുറച്ച് പഠിച്ചവർ അവർ വളരെയധികം പശ്ചാത്തപിക്കും. ബാബ പറയും, നിങ്ങൾ പഠിച്ചില്ല, മറ്റുള്ളവരെ പഠിപ്പിച്ചില്ല, ഓർമ്മയിൽ ഇരിക്കുമായിരുന്നില്ല. ഓർമ്മയിലൂടെ തന്നെയാണ് സദോ പ്രധാനമാകുവാൻ സാധിക്കുന്നത്. പതീത പാവനൻ ബാബ തന്നെയാണ്. ആ ഒന്ന് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ മാലിന്യം മാറും. ഓർമ്മയുടെ യാത്രയുടെ പുരുഷാർത്ഥം ചെയ്യണം. തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. കർമ്മം ചെയ്യുക തന്നെ വേണമല്ലോ. എന്നാൽ ബുദ്ധിയുടെ യോഗം അവിടെ ഇരിക്കട്ടെ. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ഇവിടെയാണ് ആകേണ്ടത്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ തന്നെയാണ് നിങ്ങൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുന്നത്. ബാബ മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. നിങ്ങൾക്ക് വളരെ സഹജമായ ഉപായം പറഞ്ഞു തരുന്നു. സുഖധാമത്തിൻ്റെ അധികാരിയാകുന്നതിനായി എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങൾ ഓർമ്മിക്കൂ, ബാബയും സ്റ്റാറാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു ആ ഒന്ന് സർവശക്തിമാനാണ്, വളരെ തേജസ്സുള്ളവനാണ്. ബാബ പറയുന്നു, മനുഷ്യ സൃഷ്ടിയുടെ ചൈതന്യ ബീജരൂപമാണ്. ബീജം ആയത് കാരണം സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. നിങ്ങൾ ബീജമല്ല, ഞാൻ ബീജമാകുന്നു. അതിനാൽ എന്നെ ജ്ഞാനസാഗരം എന്ന് പറയുന്നു. മനുഷ്യ സൃഷ്ടിയുടെ ചൈതന്യ ബീജമാണ്. ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്നത് തീർച്ചയായും അറിയാമായിരിക്കും.
ഋഷിമുനിമാർ രചയിതാവിനെയോ രചനയുടെ ആദ്യമധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. അഥവാ കുട്ടികൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ ആ ഒന്നിൻ്റെ അടുത്തേക്ക് പോകുവാൻ സമയമെടുക്കില്ല. പക്ഷേ ബാബയുടെ അടുക്കൽ പോകാനുള്ള വഴി ആരും അറിയുന്നില്ല. പാവന ലോകത്തിൽ പതീതരായവർക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും? അതിനാൽ ബാബ പറയുന്നു, കാമമാകുന്ന മഹാശത്രുവിൻ്റെ മേൽ ജയം നേടൂ. ഈ ഒന്ന് നിങ്ങൾക്ക് ആദ്യ മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. യാതൊരു പ്രയാസവും ഇല്ല. കേവലം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ, അതായത് യോഗത്തിലൂടെ പാപം ഭസ്മമാകും. സെക്കൻഡിൽ ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. കുട്ടികൾ സ്വർഗത്ത് വരും. പക്ഷേ സ്വർഗത്തിലും ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സ്വർഗത്തിൽ പോവുക തന്നെ ചെയ്യണം. അല്പമെങ്കിലും കേൾക്കുന്നതിലൂടെ ബാബ വന്നിരിക്കുകയാണ് എന്നത് മനസ്സിലാക്കും. ഇപ്പോഴും പറയുന്നു, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. തീർച്ചയായും ബാബയും ഉണ്ടാകും. ആ ഒന്ന് കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ സർവരെയും ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണോ വളരെ പേരെ ഉണർത്തുന്നത് അവർ ഉയർന്ന പദവി നേടും. പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഒരേപോലെ പുരുഷാർത്ഥിയാവുക സാധ്യമല്ല. സ്കൂൾ വളരെ വലുതാണ്. ഇതാണ് വേൾഡിൻ്റെ യൂണിവേഴ്സിറ്റി. മുഴുവൻ വേൾഡിനെയും സുഖധാമവും ശാന്തിധാമവും ആക്കണം. ഇങ്ങനെയുള്ള ടീച്ചർ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കുമോ? യൂണിവേഴ്സ് എന്ന മുഴുവൻ ലോകത്തെയുമാണ് പറയുന്നത്. ബാബ തന്നെയാണ് മുഴുവൻ യൂണിവേഴ്സിലെയും മനുഷ്യരെ സദോപ്രധാനമാക്കുന്നത്, അതായത് സ്വർഗമാക്കുന്നത്. ഭക്തി മാർഗത്തിൽ ഏതെല്ലാം ഉത്സവങ്ങൾ ആഘോഷിക്കുന്നോ അവയെല്ലാം ഇപ്പോൾ സംഗമയുഗത്തിലേതാണ്. സത്യയുഗത്തിലും ത്രേതായിലും ഒരു ഉത്സവവും ഉണ്ടായിരിക്കുന്നില്ല. അവിടെ പ്രാപ്തി അനുഭവിക്കുകയാണ്. ഉത്സവങ്ങളെല്ലാം ഇവിടെയാണ് ആഘോഷിക്കുന്നത്. ഹോളിയും ദുരിയയും ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. എന്താണോ പാസ്റ്റിൽ നടന്നത് അതിൻ്റെ എല്ലാം ഉത്സവം ആഘോഷിച്ചു വന്നിരിക്കുകയാണ്. എല്ലാം ഈ സമയത്തിലേതാണ്. ഹോളിയും ഈ സമയത്തിൻ്റെതാണ്. ഈ 100 വർഷത്തിനുള്ളിൽ എല്ലാ കാര്യവും നടക്കുന്നു. സൃഷ്ടിയും പുതിയതാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ അനേകം തവണ സുഖത്തിൻ്റെ സമ്പത്ത് നേടിയിട്ടുണ്ട്, പിന്നെ പാഴാക്കി. നമ്മൾ വീണ്ടും ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷമുണ്ടാകുന്നു. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ഡ്രാമയനുസരിച്ച് തീർച്ചയായും സ്വർഗത്തിൻ്റെ സ്ഥാപന ഉണ്ടാകണം. എങ്ങനെയാണോ പകലിനു ശേഷം രാത്രി, രാത്രിക്ക് ശേഷം പകൽ ഉണ്ടാകുന്നത്, അതേപോലെ കലിയുഗത്തിനു ശേഷം തീർച്ചയായും സത്യയുഗം ഉണ്ടാകേണ്ടതുണ്ട്. മധുരമധുരമായ കുട്ടികളുടെ ബുദ്ധിയിൽ സന്തോഷത്തിൻ്റെ പെരുമ്പറം മുഴങ്ങണം. ഇപ്പോൾ സമയം പൂർത്തിയാകുന്നു. നമ്മൾ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. ഇത് അന്തിമ ജന്മമാണ്. കർമ്മഭോഗത്തിൻ്റെ അനുഭവവും സന്തോഷത്തിൽ ലഘൂകരിക്കപ്പെടുന്നു. കുറച്ച് അനുഭവിക്കുന്നതിലൂടെയും കുറച്ച് യോഗബലത്തിലൂടെയും കണക്കുകൾ സമാപ്തമാകണം. ബാബ കുട്ടികൾക്ക് ധൈര്യം നൽകുന്നു. നിങ്ങളുടെ സദാ സുഖത്തിൻ്റെ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലും മറ്റും ചെയ്യേണ്ടതുണ്ട്. ശരീര നിർവഹണാർത്ഥം പൈസ വേണമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നു. തൊഴിൽ ചെയ്യുന്നവർ ധർമ്മദാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. കൂടുതൽ ധനം ശേഖരിക്കപ്പെടുമ്പോൾ വളരെയധികം ദാനം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയും ബാബ മനസ്സിലാക്കിക്കുന്നു. ചിലർ 2 പൈസയും നൽകുന്നു. അപ്പോൾ അവർക്ക് റിട്ടേണായി 21 ജന്മത്തേക്ക് വളരെയധികം ലഭിക്കുന്നു. മുൻപ് നിങ്ങൾ ദാനപുണ്യങ്ങൾ ചെയ്തിരുന്നു. അതിനുള്ള റിട്ടേൺ അടുത്ത ജന്മത്തിൽ ലഭിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ 21 ജന്മങ്ങളിലേക്ക് പ്രതിഫലം ലഭിക്കുന്നു. മുൻപ് സാധു സന്യാസിമാർക്കും മറ്റും നൽകിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ അറിയുന്നു ഇതെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ മുന്നിൽ വന്നു നിൽക്കുന്നു. അതിനാൽ ഈ കാര്യത്തിൽ മുഴുകൂ.
എങ്കിൽ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സമ്പത്ത് ലഭിക്കും. മുൻപ് നിങ്ങൾ ഇൻഡയറക്റ്റായി നൽകിയിരുന്നു. ഇതാണ് ഡയറക്റ്റ്. ബാക്കി നിങ്ങളുടെ എല്ലാം ഇല്ലാതായി പോകും. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പൈസയുണ്ടെങ്കിൽ സെന്റർ തുറന്നുകൊണ്ടിരിക്കും. ഈ വാക്ക് എഴുതൂ. സത്യമായ ഗീതാ പാഠശാല. ഭഗവാൻ ഉവാച, എന്നെ മാത്രം ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയ്ക്ക് സമാനം മഹിമ യോഗ്യരാകുന്നതിനായി ഫാദറിനെ ഫോളോ ചെയ്യണം. ഇത് അന്തിമ ജന്മമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ സന്തോഷത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലൂടെ, അതായത് ബാബയുടെ ഓർമ്മയിലൂടെ സന്തോഷത്തോടെ സമാപ്തമാക്കണം. വരദാനം: ബാലകന്റെയും അധികാരിയുടെയും സ്മൃതിയിലൂടെ സർവ ഖജനാവുകളുടെയും അധികാരിയും പ്രാപ്തി സമ്പന്നവുമായി ഭവിക്കട്ടെ. നമ്മൾ ബാബയുടെ സർവ ഖജനാവുകളുടെയും ബാലകനും അധികാരിയുമാണ്. നാച്ചുറൽ യോഗിയും നാച്ചുറൽ സ്വരാജ്യ അധികാരിയുമാണ്. ഈ സ്മൃതിയിലൂടെ സർവപ്രാപ്തി സമ്പന്നമാകൂ. നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു എന്ന ഗീതം സദാ പാടിക്കൊണ്ടിരിക്കൂ. നഷ്ടപ്പെട്ടോ നേടി, നഷ്ടപ്പെട്ടോ നേടി ഈ കളി കളിക്കരുത്. നേടിക്കൊണ്ടിരിക്കുകയാണ്, നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് അധികാരിയുടെ വാക്കുകളല്ല. ആരാണോ സമ്പന്നനായ ബാബയുടെ ബാലകനും സാഗരത്തിൻ്റെ കുട്ടികൾ, അവർക്ക് വേലക്കാരെ പോലെ പ്രയത്നിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കില്ല. സ്ലോഗൻ: യോഗബലത്തിലൂടെ കർമ്മഭോഗത്തിൻ്റെ മേൽ വിജയം പ്രാപ്തമാക്കുക. ഇതുതന്നെയാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥം. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. ഏറ്റവും ആദ്യം സ്വയം തന്നിൽ പൂർണ്ണ ഫെയ്ത്ത് അഥവാ വിശ്വാസം ആവശ്യമാണ്. പിന്നെ ബാബ് ദാദയോടും സർവ പരിവാരത്തിലെ ആത്മാക്കളോടും ഫെയ്ത്ത്ഫുൾ ആയിരിക്കേണ്ടി വരും. എത്രത്തോളം ഫെയ്ത്ത്ഫുള്ളായി ഏതെങ്കിലും കാര്യം നിശ്ചയബുദ്ധിയായി ചെയ്യുകയാണെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആകുന്നതിലൂടെ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും. ഫെയ്ത്ത്ഫുൾ ആകുന്നതിലൂടെ ഓരോ കർത്തവ്യവും, ഓരോ സങ്കല്പവും, ഓരോ വാക്കും പവർഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്ഥിരമാക്കുന്നു. ഈ അന്തർമുഖതയാകുന്ന ഗുഹയിൽ ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വച്ഛവും ശക്തിശാലിയുമായ എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഹോളിയസ്റ്റും സ്വീറ്റസ്റ്റുമായ ബാബയുമായി മധുരമായ കൂടിക്കാഴ്ച ഞാൻ നടത്തുകയാണ്.
ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ അലൗകിക നിറം എന്നിൽ പതിയുമ്പോൾ ഞാനും ഹോളി ഹംസമായി മാറുന്നു. എന്നിൽ അവിനാശി സന്തോഷം നിറയുന്നു. ഞാൻ എൻ്റെ ഹോളിയസ്റ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉള്ള അപവിത്രത പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഈ പരമ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമോന്നതമായ ആത്മീയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അനുഭവത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുന്നു.